ഫിസിക്സിന്റെ ഒക്കെ കേസിൽ ഭയങ്കര ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് കിടക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഓർഡർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ശരിക്കും ഒരു സബ്ജക്ട് പഠിക്കേണ്ടത്, ലൈക്ക് ക്ലാസ് കണ്ടു കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോകാൻ പോകുന്നത്. ഓക്കെ, നോട്ട്സ് വേണം, ഫോർമുല നോട്ട് വേണം, കുറെ എക്സ്ട്രാ റിയാക്ഷൻസ് ഓർഗാനിക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്, അത് പഠിക്കണമെന്നുള്ളത്. ഒരു എൻട്രൻസ് അപ്രോച്ചിൽ വേണം വായിക്കാൻ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല നിങ്ങൾ എൻട്രൻസിൽ പഠിക്കുന്നത്. എൻട്രൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയൊക്കെയാ ചോദിക്കുക, ബയോളജിയിലൊക്കെ ലീവ്സ് ആർ പ്ലേസ് ലാറ്ററലി എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെന്റൻസ് എങ്കിൽ ലാറ്ററലി ആണോ, ഡോസലി ആയിരുന്നോ, വെൻട്രലി ആയിരുന്നോ. ബയോളജിന്റെ കേസിൽ നോട്ട് എടുക്കണോ എന്നുള്ളത് വളരെ കോമൺ ആയി കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഹാർഡായി തോന്നുന്നത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നുന്നത് ബാക്കി ഒരാൾക്ക് വളരെ സില്ലി ആയി തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഹൈലൈറ്റ് ദാറ്റ്. കറക്റ്റായ മെത്തേഡിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഒരു കുട്ടി ഉണ്ട് വിചാരിച്ചോ, അപ്പോൾ ഫിസിക്സിന് കുറെ ടെക്സ്റ്റ് എടുത്ത് വായിക്കുന്നുണ്ട്, ബയോളജി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ആ കുട്ടി ക്രാക്ക് ചെയ്യൂല. നീറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല, കുറെ ടൈം എടുക്കുന്നുണ്ട് ചെയ്യാൻ. നിങ്ങൾ ഹായ്, ദിസ് ഇസ് രാധിക ദീജു, ഫൈനൽ ഇയർ MBBS സ്റ്റുഡന്റ് അറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എപ്പോഴും ഒരിക്കലും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെന്റർഷിപ്പിന് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഒരു മെന്റർഷിപ്പ് സീരീസ് ആയിട്ട് ഞാൻ എന്തായാലും വീഡിയോസ് ആയിട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പം ഈ ഒരു ടൈം ഇപ്പോൾ ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പ് നടത്തുന്നില്ല. അപ്പോൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് അതൊക്കെ നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്ട് അപ്രോച്ച് ആണ്. ഓക്കെ, അപ്പൊ സബ്ജക്ട് അപ്രോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ NCERT ചെയ്യണം, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പക്ഷെ ഇത് ചെയ്യേണ്ട ഓർഡർ എങ്ങനെയാണ്? ക്ലാസ് തന്നെ എങ്ങനെയൊക്കെയോ ആണ് കണ്ടു തീർക്കുന്നത്, ചിലപ്പോൾ ക്ലാസ് തന്നെ പെൻഡിങ് ആവാണ്, അതിന്റെ ഇടയിൽ നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽസ് ഉണ്ടാവും വേണ്ടി ചെയ്യാൻ, ഇതും കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പൊ എവിടുന്നാണ് ഈ PYQ ചെയ്യാനുള്ള ടൈം കിട്ടുക? അതിന്റെ ഇടയിൽ NCERT ഒക്കെ പറയുകയാണെങ്കിൽ ഫിസിക്സിന്റെ ഒക്കെ കേസിൽ ഭയങ്കര ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് കിടക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഓർഡർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ശരിക്കും ഒരു സബ്ജക്ട് പഠിക്കേണ്ടത്, ലൈക്ക് ക്ലാസ് കണ്ടു കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഓർഡർ എല്ലാവരും ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്കിൽ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. എന്റെ കേസിൽ എനിക്ക് ഇതാണ് വർക്ക് ആയത്, അതായത് എനിക്ക് എൻട്രൻസ് കിട്ടിയ ഇയറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇൻ കേസ് യു ഡോണ്ട് നോ അബൌട്ട് മൈ റാങ്ക് ഡീറ്റെയിൽസ്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടിയത് 589 ആയിരുന്നു, എൻ്റെ റാങ്ക് 25,000 അടുത്തായിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിലായിരുന്നു ഞാൻ ക്രാക്ക് ആയത്, എനിക്ക് അപ്പം 680 ആയിരുന്നു എൻ്റെ സ്കോർ വന്നത്. ഓൾ കേരള റാങ്ക് 71ഉം ഓൾ ഇന്ത്യ റാങ്ക് 905 ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം നമുക്ക് സബ്ജക്ട് അപ്രോച്ചിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ടഫായിട്ടുള്ള സബ്ജക്റ്റായ ഫിസിക്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫിസിക്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് അല്ലേ, അതായത് NCERT നോട്ട്സ്, ഫോർമുല നോട്ട്, PYQ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ഏത് ഓർഡറിലാണ് നിങ്ങൾ പോകേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫിസിക്സിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്ലാസ് കാണണം. ഒരിക്കലും ക്ലാസ് കാണാതിരിക്കരുത് ഫിസിക്സിന്. ഓക്കെ, ക്ലാസ് എന്തായാലും കാണുക. ക്ലാസ് കാണുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം, നോട്ട്സ് എടുക്കണം. ഈ നോട്ട്സ് എടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ 2x ക്ലാസ് ഇടേണ്ട ആവശ്യമില്ല, നിങ്ങൾ 1x തന്നെ ക്ലാസ് കണ്ടു പോയാൽ മതി. ഓക്കെ, നിങ്ങൾ 1x ക്ലാസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു 1.5x ക്ലാസ് കണ്ടിട്ട് കൂടെ നോട്ട്സ് എടുക്കുക. അതല്ലാതെ 2x നിങ്ങൾ ക്ലാസ് കാണും, എന്നിട്ട് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ നോട്ട്സ് എഴുതുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് 1 മണിക്കൂറിന്റെ വീഡിയോ നിങ്ങൾക്ക് 2 മണിക്കൂറായി കാണേണ്ടി വരും. ഓക്കെ, അപ്പം നോട്ട്സ് എടുക്കാൻ വേറെ ടൈം, ക്ലാസ് കാണാൻ വേറെ ടൈം, അങ്ങനെ ആവുമ്പം അത് നിങ്ങൾക്ക് എഡിഷണൽ പണിയാണ്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കാണുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നോട്ട്സ് എഴുതി പോവാം. ഓക്കെ, ആൻഡ് ആ നോട്ട്സ് ക്ലാസ് കണ്ടു കഴിഞ്ഞ പാട് തന്നെ മറിച്ച് നോക്കി അപ്പം പഠിച്ചു കഴിഞ്ഞ്. അതല്ലാതെ നോട്ട്സ് പഠിക്കാൻ ഇനി സെപ്പറേറ്റ് ടൈം ഒന്നുമില്ല. നമ്മുടെ ക്ലാസ് കാണുന്ന ടൈം തന്നെയാണ് നമ്മുടെ പഠിത്തമൊക്കെ നടക്കുന്നത്. ക്ലാസ് കണ്ട് കൺസെപ്റ്റ് മനസ്സിലായില്ലേ, ക്ലാസ് കഴിഞ്ഞ പാട് തന്നെ എന്ത് ചെയ്യുക, നോട്ട്സ് മറിച്ച് നോക്കുക. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ അവിടെ വേറെ പഠിത്തം വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് നൗ ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം നോട്ട്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തുറക്കാത്തൊരു സാധനം ഉണ്ടാവും, നിങ്ങളുടെ NCERT. ഓക്കെ, ഇപ്പം ഞാൻ തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് NCERTയിൽ സോൾവ് ആൻഡ് എക്സസൈസ്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ ആ ടൈമിൽ എനിക്ക് അങ്ങനെ ഒരു മസ്റ്റ് പറയാനില്ല, പക്ഷേ ലൈക്ക് ഞാൻ എന്തായാലും റിപ്പീറ്റിന് പോവാണ്. അപ്പം എനിക്ക് ഇനി ലൈക്ക് ഇത് കാരണമാണ് എനിക്ക് കിട്ടാതായത് എന്ന് പറയേണ്ടി വരരുത്. അതുകൊണ്ട് ഞാൻ NCERT ഫുള്ള് വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 പ്രാവശ്യം ഫിസിക്സ് NCERT ഫുൾ വായിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഫസ്റ്റ് റീഡിങ്ങിൽ മാർക്ക് ചെയ്തത്. സെക്കൻഡ് റീഡിങ്ങിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് മാത്രമാണ് ഞാൻ വായിച്ചു പോയത്. അപ്പം ഫിസിക്സ് NCERT വായിക്കണം എന്ന് ഞാൻ നിങ്ങളോട് മസ്റ്റ് പറയുന്നില്ല, പക്ഷെ അതിലത്തെ സോൾവ് ക്വസ്റ്റ്യൻസും എക്സസൈസും മസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം. അവിടെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല, കുറെ ടൈം എടുക്കുന്നുണ്ട് ചെയ്യാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ആർക്കും കിട്ടൂല, എനിക്കും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ സൊല്യൂഷൻ നോക്കിയിട്ട് ചെയ്യുക. കുറേ പേര് ഫസ്റ്റ് ടൈം തന്നെ സൊല്യൂഷൻ നോക്കാതെ ചെയ്യാൻ നോക്കും. ചിലവരുടെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ടൈമാണ് അവിടെ വേസ്റ്റ് ആവുന്നത്. നേരെ മറിച്ച് ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് സൊല്യൂഷൻ നോക്കി ചെയ്ത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ടൈം ഒക്കെ
എനിക്ക് ലൈക്ക് എൻ്റെ ഒരു ലെവലിൽ ആലോചിക്കാൻ പറ്റും, ഓക്കെ ഇത് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. അപ്പൊ എനിക്ക് അധികം ടൈം സ്പെൻഡ് ആവുന്ന പോലെ തോന്നിയിട്ടില്ല. നേരെ മറിച്ച് ഫസ്റ്റ് ടൈമിൽ ഇത് നമ്മൾ ജസ്റ്റ് ആ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരിക്കുക, അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ ചെയ്ത് വേണം പഠിക്കാൻ. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ പറയാറുള്ളത് സൊല്യൂഷൻ നോക്കിയിട്ട് നിങ്ങൾ ചെയ്തു പോവുക. ആൻഡ് ഒരു സെക്കൻഡ് തേർഡ് ടൈം ഒക്കെയാണ്, ചിലപ്പോൾ തേർഡ് ടൈം ആയിരിക്കും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുക. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടാതാവുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ NCERT കേസിൽ സോൾവും ചെയ്യുക, എക്സസൈസ് ക്വസ്റ്റ്യൻസും ചെയ്യുക. ആൻഡ് അതുകൂടാതെ നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് മസ്റ്റായി ചെയ്യാൻ നോക്കുക. ഓക്കെ, ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും വേണ്ടിയില്ല, നിങ്ങൾ അവിടുത്തെ മെറ്റീരിയൽസ് മസ്റ്റായി ചെയ്യാൻ നോക്കുക. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസിൽ ചിലപ്പോൾ PYQ പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ ഓർഡർ എങ്ങനെയാണ്? ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കാണുക. ക്ലാസ് കാണുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നോട്ട്സ് എഴുതുന്നുണ്ട്, നോട്ട്സ് എഴുതി അപ്പം തന്നെ നോട്ട്സ് വായിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻസ് ആദ്യം വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ NCERT ചെയ്യാം. അത് ഓർഡർ മാറിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങളുടെ ടൈം അനുസരിച്ച് ചെയ്യാം. എന്തായാലും NCERT ചെയ്യാൻ നോക്കുക. ഓക്കെ, ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള, നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്കത്തെ അധിക ക്വസ്റ്റ്യൻസ് NCERT എന്നാണ് വരുന്നത്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് NCERT ക്വസ്റ്റ്യൻസ്. അപ്പം ലൈക്ക് അത് പെട്ടെന്ന് കവർ ആയി പോകും. NCERT കവർ ചെയ്തിട്ട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്കിലേക്ക് പോകുന്ന ടൈമിൽ ചിലതൊക്കെ ലൈക്ക് നിങ്ങൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻസ്, അപ്പോൾ അത് ടിക്കറ്റ് പോകാനേ ഉള്ളൂ. ഓക്കെ, ആൻഡ് അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോട്ട്സ് ഒക്കെ എടുത്തു സെറ്റ് ആക്കി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ NCERT ചെയ്തു, അതിനുശേഷം നിങ്ങൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ഓർഡർ മാറിയാലും വലിയ കുഴപ്പമില്ല കേട്ടോ. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാം. ആ ക്ലാസ്സിന്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ സാറുമാർ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു, അപ്പൊ അവിടെ തന്നെ കുറെ കവർ ആവും. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനിയിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കേസിൽ എൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ നീറ്റ് മാത്രമല്ല, ഞാൻ JEE മെയിൻസും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് യൂസ് ചെയ്തൊരു ബുക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ യൂസ് ചെയ്ത ബുക്ക് ഏതൊക്കെയാന്ന് പറയുന്നുണ്ട്. എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കിട്ടിയ ഒരു ലോഗോസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ എല്ലാ ടൈപ്പ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ബുക്കാണ് ചെയ്തത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഒരു ലെവൽ നോക്കി എടുക്കട്ടോ. ഞാനിപ്പോൾ +1 +2 പഠിച്ചത് കൊണ്ട് എനിക്ക് റിപ്പീറ്ററിൽ കുറെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ഉള്ള ടൈം ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് യൂട്ടിലൈസ് ചെയ്തത്. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഫിസിക്സ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. നോട്ട്സ് വേണം, ഫോർമുല നോട്ട് വേണം. ഇത് വേറൊരു കാര്യം, ഈ ഫോർമുല നോട്ട് മസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അവസാന ടൈമിലാണ് എല്ലാവർക്കും ബോധം വരെ, എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ഇരുന്നിട്ട് ഫോർമുല നോട്ട് ഉണ്ടാക്കിയിരിക്കും. ആ ടൈം നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, ഉണ്ടാക്കിയ സാധനങ്ങൾ പഠിക്കേണ്ട ടൈം, അതല്ലാതെ ഉണ്ടാക്കേണ്ട ഒരു ടൈമല്ല. അപ്പോൾ ഫോർമുല നോട്ട് ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുക. അത് കാര്യമായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ നോട്ട്ബുക്കത്തെ ഹൈലൈറ്റ് ചെയ്ത ഫോർമുലാസ് ഒക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ഫോർമുല നോട്ടിലേക്ക് എഴുതി വെക്കാം. ഞാൻ ഇങ്ങനെയും കണ്ടിട്ടുണ്ട്, ചില കുട്ടികൾ നോട്ടിൽ തന്നെ ഫോർമുലാസ് ഒക്കെ ഒന്ന് ഒരു ബോക്സ് ആക്കിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏത് രീതിയിലും ചെയ്യാൻ. എനിക്ക് പേഴ്സണലി ഒരു ഫോർമുല നോട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറഞ്ഞു, NCERT പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ഇനി NCERT ടെക്സ്റ്റിനെ കുറിച്ച് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, NCERT ടെക്സ്റ്റ് വായിക്കാൻ ടൈം ഉള്ള ഒരാളാണെങ്കിൽ വായിക്കും. അപ്പൊ ഞാൻ എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ പഠിച്ചു കഴിഞ്ഞത്, അപ്പം കൺസെപ്റ്റ്സ് അത്യാവശ്യം അറിയാം. ഉള്ള ടൈം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാനും പിന്നെ അതേപോലെ NCERT ടെക്സ്റ്റ് ഞാൻ അത്ര സത്യസന്ധമായി അപ്രോച്ച് ചെയ്തൊരു കാര്യമല്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ടൈമിൽ. അപ്പം ഞാൻ റിപ്പീറ്ററിന്റെ ടൈമിൽ അത് നല്ല രീതിക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. വായിക്കേണ്ട ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ കാര്യങ്ങൾ, അതേപോലെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് നിന്നാണ് വന്നതെന്ന് അറിയുമ്പോൾ ഞാൻ ആ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. PYQ ഒക്കെ വന്നിട്ടുണ്ട്, ചില ടേബിൾസ് മസ്റ്റ് അറിയേണ്ടതാണ്. ഇപ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ചാപ്റ്ററത്തെ ആ ടേബിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായി അറിയേണ്ടതാണ്. അതേപോലെ തിയറി ഭാഗങ്ങളും ചിലത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, നമുക്ക് ഉറപ്പില്ല. അപ്പൊ ഞാൻ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെക്സ്റ്റ് വായിച്ചത്. അപ്പോൾ വായിക്കേണ്ട ഭാഗങ്ങൾ മാത്രം ഞാൻ എൻ്റെ ടെക്സ്റ്റിൽ ഹൈലൈറ്റ് ചെയ്തിട്ട്, നിങ്ങൾക്ക് എൻ്റെ ടെക്സ്റ്റ് നോട്ട്സ് ആൻഡ് ഫോർമുല നോട്ട്സ് ആക്സസ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ എൻ്റെ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുവഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഞാൻ മെയിൻലി ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്ത മോർ ദാൻ മെന്റർഷിപ്പ് നമ്മൾ മെയിൻലി ടെലിഗ്രാം വഴി തന്നെയാണ് നടത്തിയത്. മോർ ദാൻ മെന്റർഷിപ്പ് ഈ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ടെക്സ്റ്റിൽ എവിടെ എന്ത് വായിക്കണം എന്നുള്ളത് എപ്പോഴും എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ഫോർമുല ബുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. നോട്ട്സ് എങ്ങനെയാണ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളതും എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. അപ്പം ഇത് ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരാളുടെ നോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് ഏറ്റവും അഫോർഡബിൾ ആവുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആപ്പ് മെയിൻലി ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് ആപ്പിൽ മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ അത് ഞാൻ നിങ്ങളെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നില്ല. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുക. അതല്ല എങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആവശ്യത്തിലധികം എക്സാംസ് നടക്കുന്നുണ്ടാവും. സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫിസിക്സ് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, വേറൊരു കാര്യം പറയാൻ മറന്നുപോയത്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ, ചെയ്തു പോകുന്ന ടൈമിൽ ലൈക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത്, നിങ്ങൾക്ക് ഹാർഡായി തോന്നുന്നത്, അത് ചിലപ്പോൾ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഹാർഡായി തോന്നുന്നത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത് ബാക്കി ഒരാൾക്ക് വളരെ സില്ലി ആയി തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഹൈലൈറ്റ് ദാറ്റ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷനിൽ നമ്മൾ എന്താണ് ഈ ഹൈലൈറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാം. നമ്മളിങ്ങനെ പറയൂലേ, ചെയ്ത് പിന്നെ ടൈം വളരെ കുറവ് മതി ചെയ്യാൻ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുമ്പം എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ കവർ ചെയ്യുന്നില്ല.
കാരണം ഫസ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലതൊക്കെ പെട്ടെന്ന് കിട്ടിപ്പോവും, അത് ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള നിങ്ങൾക്ക് ടഫായി തോന്നുന്നത്, ഇമ്പോർട്ടന്റ് ആയി തോന്നുന്നത്, കിട്ടാതെ പോയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാം. സെക്കൻഡ് റൗണ്ടിൽ ടൈം ഉണ്ട് എങ്കിൽ ഫസ്റ്റ് തൊട്ടേ എല്ലാം ചെയ്തു പോവാ. ടൈം എന്തായാലും കുറവേ ആവശ്യം വരുള്ളൂ സെക്കൻഡ് റൗണ്ടിൽ, കാരണം ഓൾറെഡി കണ്ട് പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ ആ ഒരു കാരണത്താൽ നിങ്ങൾക്ക് ടൈം കുറച്ചേ ആവശ്യം വരുള്ളൂ. ആൻഡ് ഓൾസോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്, ലൈക്ക് നിങ്ങളുടെ എക്സാം ഇപ്പൊ നാളെയാണ്, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു പോകാൻ ടൈം ഇല്ല, പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാനും നിവർത്തിയില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ ആ സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യാൻ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ ആ ഹൈലൈറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്. ഹൈലൈറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക, ചെയ്തു പോവാം. ഓക്കെ, സോ വിത്ത് ദിസ് നമ്മൾ ഫിസിക്സിന് ഒരു എൻഡ് ഇടുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കെമിസ്ട്രിയിലേക്കാണ്. ഓക്കെ, അപ്പം കെമിസ്ട്രീന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കെമിസ്ട്രീനെക്കാട്ടി നല്ലത് ബയോളജി പറഞ്ഞിട്ട് കെമിസ്ട്രിയിലേക്ക് പോകുന്നതാണ്. കാരണം കെമിസ്ട്രി ബയോളജി ആൻഡ് ഫിസിക്സിൻ മിക്സ് ചെയ്ത് പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ബയോളജി പറയാം. ബയോളജി വളരെ സിമ്പിൾ ആണ്. ബയോളജി ഈസ് ഈക്വൽ ടു NCERT. ഓക്കെ, ബയോളജി NCERT മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ പുറത്തുനിന്ന് ഒന്നും നോക്കാൻ നിൽക്കണ്ട. ഓക്കെ, കാരണം ഇപ്പം നിങ്ങൾ പുറത്തുനിന്ന് നോക്കിയ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്നല്ലേ വിചാരിക്കുക, ആ പുറത്തത്തെ പഠിച്ചെടുക്കാൻ നമുക്കൊരു ടൈം വേണം. ആൻഡ് അപ്പോഴേക്ക് നമ്മൾ പഠിച്ച NCERT മൊത്തം മറന്നു. എനിക്ക് ഇതാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പറ്റിയത്. ഞാൻ പുറത്തുനിന്ന് പഠിച്ച് അവസാനം NCERT ബേസിക് ആയിട്ട് ഈ എനലോഗസ്, ഹോമലോഗസ്, എവല്യൂഷന്റെ എക്സാമ്പിൾസ് ചോദിച്ചപ്പം എനിക്ക് അത് എക്സാം ഹാളിൽ നിന്ന് കിട്ടിയില്ല. അപ്പൊ ആ ഒരു റിഗ്രറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ റിപ്പീറ്റ് ഇയറിൽ പുറത്തുനിന്ന് ഒന്നും പഠിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ബയോളജിക്ക് ക്വസ്റ്റ്യന്റെ കേസ് പറയുകയാണെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിനും എടുത്ത് ചെയ്തിട്ടുമില്ല. അപ്പൊ ബയോളജി നമുക്ക് ഇതേപോലെ തന്നെ ഓർഡറിൽ പറഞ്ഞു പോവാം. ബയോളജിന്റെ കേസിൽ നിങ്ങൾ ക്ലാസ് കാണണോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിൽ മാത്രം ക്ലാസ് കണ്ടാൽ മതി ബയോളജി. കാരണം ഈ ക്ലാസിന്റെ സംഭവം ആകെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ള ഒരു സബ്ജക്ട് അത് ബയോളജി മാത്രമാണ്. ഫിസിക്സ്, കെമിസ്ട്രി നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കെമിസ്ട്രി ഒക്കെ ലൈക്ക് നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ +1 +2 പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇനോർഗാനിക് ഒന്നും കാണേണ്ടി വരില്ല, ടെക്സ്റ്റ് വായിച്ച് പോയാൽ മതിയോ. പക്ഷേ ഫിസിക്സിന്റെ കേസിൽ നിങ്ങൾ കാണണം, ഫിസിക്കൽ കെമിസ്ട്രീന്റെ കേസിൽ നിങ്ങൾ കാണണം, ഓർഗാനിക്കിന്റെ കേസിൽ കാണണം. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു മെക്കാനിസം അറിയാതെ നമുക്ക് ഒരിക്കലും ഈ ഒരു സബ്ജക്ട്സിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ബയോളജിന്റെ കേസിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. വീണ്ടും നിങ്ങൾ പോയി ക്ലാസ് കണ്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. എന്റെ റിപ്പീറ്റ് ഇയറിൽ ഞാൻ ആകെ എനിക്ക് തോന്നുന്നു ക്ലാസ് കണ്ടിട്ടുള്ളത് ഒന്ന് ഈ ജെനറ്റിക്സിന്റെ ചാപ്റ്റേഴ്സ്, പിന്നെ ഈ ബയോടെക്നോളജിന്റെ ചാപ്റ്റേഴ്സ്, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ. ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നിന്റെയും ക്ലാസ് കാണാൻ നിന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് അതിന്റെ എക്സാം വരുമ്പോൾ ടെക്സ്റ്റ് വായിക്കും ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ ഇങ്ങനെ എഡിഷണലി ഒരു ബുക്ക് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല. ബയോളജി ലാസ്റ്റിലേക്കായപ്പോൾ നീറ്റിനെ അടുപ്പിച്ചിട്ടായപ്പോൾ എനിക്ക് കുറെ തെറ്റാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കുറച്ചൊരു പേടി വന്നു. ആൻഡ് ഹ്യൂമൻ ഫിസിയോളജിന്റെ യൂണിറ്റ് എനിക്ക് കുറച്ച് ടഫ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ NCERT ഫിംഗർ ടിപ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ, ആ ഒരു ബുക്കിൽ അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാൻ താഴെ ഹൈലൈറ്റ് ചെയ്തത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ ദ ടൈം. എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി ആണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രിയിൽ ചെയ്യാത്ത കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ബയോളജിയിൽ ചെയ്യാനോ സത്യസന്ധത കാണിക്കാനോ പോയിട്ടില്ല. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഫേക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ തന്നെ 200 ക്വസ്റ്റ്യൻസോ 100 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ചെയ്യാൻ പറ്റും. ബയോളജി ഇങ്ങനെ ടിക്കറ്റ് പോയാൽ മതിയല്ലോ നിങ്ങൾക്ക് NCERT വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒരിക്കലും ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യരുത്. ചെയ്യേണ്ട സബ്ജക്ട് ഫിസിക്സ് കെമിസ്ട്രി ആണ്. അത് ചെയ്യാതെ നിങ്ങൾ ഈ സബ്ജക്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഈ നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പൊ ബയോളജിയിൽ മാത്രം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. നേരെ മറിച്ച് ബയോളജി നിങ്ങൾ നല്ല വായിക്കുന്നുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി നല്ല ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾസോ കെമിസ്ട്രിയും വായിക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. എനിവേ, ഫിസിക്സിൽ നമ്മൾ പ്രീഡോമിനന്റ്ലി ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. ബയോളജിയിൽ പ്രീഡോമിനന്റ്ലി ചെയ്യേണ്ടത് NCERT വായിക്കുക എന്നുള്ളതാണ്. അപ്പം കറക്റ്റായ മെത്തേഡിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഒരു കുട്ടി ഉണ്ട് വിചാരിച്ചോ, അപ്പോൾ ഫിസിക്സിന് കുറേ ടെക്സ്റ്റ് എടുത്ത് വായിക്കുന്നുണ്ട്, ബയോളജി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ആ കുട്ടി ക്രാക്ക് ചെയ്യൂല നീറ്റ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഒരു അപ്രോച്ച് ഉണ്ട്, ആ രീതിയിൽ പഠിക്കുക. ബയോളജി ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യരുത്. അങ്ങനത്തെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടി ഉണ്ടായിരുന്നു, എനിക്ക് മാർക്ക് കൂടുന്നില്ല, ബയോളജിയിൽ ഞാൻ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ഫിസിക്സ് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. ഫിസിക്സിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ ടൈം എടുത്ത് ബയോളജിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നാണ് ടൈം കിട്ടുക? ബയോളജി നിങ്ങൾ വായിക്കാൻ നോക്കുക. ടൈം തീരെ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വായിച്ചു വിടാനെങ്കിലും നോക്കുക. PYQ ചെയ്യാൻ പറ്റിയാൽ ചെയ്യുക. പിന്നെ വല്ലാതെ ചാപ്റ്റേഴ്സ് തെറ്റുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് അതിലത്തെ ചാപ്റ്റേഴ്സ് വായിച്ചിട്ട് ഒന്നും സ്ട്രൈക്ക് ആവുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ചെന്ന് പറഞ്ഞാണ്ടല്ലോ, എപ്പോഴും ബയോളജിക്ക് <50 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഓക്കെ, ഞാൻ 50 പോലും ചെയ്തില്ല, ഞാൻ 20-25 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുള്ളൂ. അതും അസേർഷൻ ആൻഡ് റീസൺ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ബയോളജി ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തോ ശരിയായി കിട്ടുന്നുണ്ട് അങ്ങനത്തെ തോന്നൽ വരും. അത് എല്ലാവർക്കും കിട്ടുന്നതും ശരിയാവുന്നതുമാണ്. അസേർഷൻ ആൻഡ് റീസൺ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതാണ് എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. ഓക്കെ,
അപ്പൊ ബയോളജി എന്താണ് NCERT വായിക്കുക എന്ന് പറഞ്ഞു. ഈ NCERT വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓദർ, ഓക്കെ, ഓദറിന്റെ ഭാഗം, മറ്റേ സപ്ലിമെന്ററി പറഞ്ഞ് ബാക്ക് കിടക്കുന്ന ഭാഗം, അതല്ലാതെ സമ്മറി പറഞ്ഞ് കിടക്കുന്ന ഭാഗം എല്ലാം വായിക്കണം. ആ പേജ് നമ്പർ ഒഴികെ എല്ലാം നിങ്ങൾ വായിക്കണം. ഞാൻ ഇതിനു മുമ്പേ ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് ഈ ഒരു വീഡിയോന്റെ ഇൻട്രോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണാം. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡീപ്പായി ബയോളജി പോകണം. ഈ 3 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് കാണുക. കാരണം ലാസ്റ്റ് ടൈമിലേക്ക് എങ്ങനെ റിവൈസ് ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷെ ലാസ്റ്റിലേക്ക് അങ്ങനെ റിവൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന് വേണ്ട മെറ്റീരിയൽസ്, അതിന് വേണ്ട പഠിത്തമൊക്കെ നിങ്ങൾ ഇപ്പൊ പഠിച്ച് റെഡി ആവണം. ഫോർമുല നോട്ട്സ് ഇപ്പൊ റെഡിയാക്കി വെക്കണം. ബയോളജി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ പുറത്ത് എഴുതി വെക്കേണ്ടത് ആ കാര്യങ്ങൾ പുറത്ത് എഴുതി വെക്കണം. എന്നാലേ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. അല്ലാതെ ലാസ്റ്റിൽ ഇരുന്ന് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫോർമുല നോട്ട് എഴുതാനോ ടൈം ഇല്ല. ഓക്കെ, അപ്പൊ ബയോളജി എന്താണ്? ബയോളജി ഈസ് ഈക്വൽ ടു NCERT. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചെയ്യാം. അതല്ലാതെ വല്ലാതെ തരുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അസർഷൻ ആൻഡ് റീസണും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യണം. എപ്പോഴും ലെസ് ദാൻ 15 വേണ്ട, ലെസ് ദാൻ 25 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാലും ബയോളജി വിൽ ബി ഓക്കെ. ടെക്സ്റ്റ് വായിക്കുക, റിപ്പീറ്റഡ്ലി വായിക്കുക. ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോളജി എത്ര ടെക്സ്റ്റ് വായിച്ചിട്ട് റെഡി ആവില്ല. എത്ര പ്രാവശ്യം വായിച്ചു? 3 പ്രാവശ്യം വായിച്ചു. മിനിമം 5 പ്രാവശ്യം. ഓക്കെ, മിനിമം 5 പ്രാവശ്യം. എന്റെ ബയോളജിക്ക് ലിറ്ററലി ആ ടെക്സ്റ്റ് ബുക്ക് തിന്ന അവസ്ഥയിലാണുള്ളത്. അത്രയും എന്താ പറയാ, അത്രയും റഫായി യൂസ് ചെയ്തൊരു ടെക്സ്റ്റ് ആണ് എന്റേത്. എന്റെ ടെക്സ്റ്റ് ബുക്കാണ് എന്റെ അനിയത്തി ഉപയോഗിച്ചത്. അപ്പൊ അനിയത്തി ഇങ്ങനെ പറയുന്നു, ബയോളജി ടെക്സ്റ്റിന് എന്ത് ചെയ്തതാന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു. ബയോളജിന്റെ കേസിൽ നിങ്ങൾ ഔട്ട് പഠിച്ച് ടൈം കളയണ്ട. എന്ത് ചെയ്യുക? NCERT വിശ്വസിച്ച് പഠിക്കാം. നിങ്ങളുണ്ടല്ലോ, അയ്യോ ഔട്ടിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാലോ അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിൽ NCERTന്റെ മേത്ത് നിങ്ങൾക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെടും. അത് പാടില്ല. NCERT പഠിക്കുന്ന ടൈമിൽ അത് വിശ്വസിച്ച് പഠിക്കാം. ഓക്കെ, ബയോളജിന്റെ കേസിൽ നോട്ട് എടുക്കണമെന്നുള്ളത് വളരെ കോമൺ ആയി കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ 2 കാറ്റഗറി കുട്ടികളെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്ക് നോട്ട് ഇല്ലാതെ പറ്റൂല. അതായത് നോട്ട് ഒരു ബ്രിഡ്ജാണ് ഈ ക്ലാസ്സും NCERTയും തമ്മിലുള്ളത്. ക്ലാസ് കണ്ട് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നോട്ട്സ് പഠിച്ച് പിന്നെ NCERT വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന. അതായത് ഞാൻ എന്റെ റിപ്പീറ്ററിൽ നോട്ട്സ് എടുത്തിട്ടില്ല, ക്ലാസ്സേ കണ്ടിട്ടില്ല കുറെയൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, വെറും 4 ഏരിയയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. മറ്റേ ബയോടെക്, അതേപോലെ ജെനറ്റിക്സ്, റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ്. അതല്ലാതെ വേറെ ഒന്നും ക്ലാസ്സേ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നോട്ട്സിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. പക്ഷെ ഞാൻ +1 +2 വൃത്തിക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ച ഒരാളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം നീറ്റിന് പ്രിപ്പയർ ചെയ്യാണ്, ബയോളജിന്റെ ആ ഒരു ലെവൽ അറിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് നോട്ട്സ് എഴുതണം. അപ്പൊ ബയോളജി നിങ്ങൾ സീരിയസ് ആയിട്ട് ഫസ്റ്റ് ടൈം നീറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ക്ലാസ് കണ്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഓക്കെ, ക്ലാസ് കാണുക, നോട്ട്സ് ഉണ്ടാക്കുക. ആ നോട്ട്സ് നിങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം NCERT വായിക്കുക. NCERT മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ there is no coming back to notes. പിന്നെ നിങ്ങൾ നോട്ട്സ് റെഫർ ചെയ്യേ അരുത്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? NCERTയിൽ തന്നെ ഇങ്ങനെ റിവൈസ് ചെയ്ത് പോവുക. അതിന്റെ ഒരു എക്സാം വരുമ്പോഴും നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? NCERT ആണ്. അതല്ലാതെ അതിന്റെ നോട്ട്സ് എടുത്ത് നമ്മൾ നോക്കേണ്ട ആവശ്യം വരരുത്. നോട്ട്സിന്റെ ആകെയുള്ള ഒരു പർപ്പസ് പറഞ്ഞു കഴിഞ്ഞാൽ NCERT വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. ഫസ്റ്റ് ടൈം NCERT വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവണം. അതിനാണ് നോട്ട്സ്. ഇനി കാറ്റഗറി 2 ഞാൻ പറഞ്ഞല്ലോ, 2 കാറ്റഗറി കുട്ടികളുണ്ട്. നോട്ട്സ് ഉണ്ടാക്കുന്നവരുണ്ട്, നോട്ട്സ് ഉണ്ടാക്കാത്തവരുണ്ട്. നോട്ട്സ് ഉണ്ടാക്കാത്തവർ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് തന്നെ സാർ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ടെക്സ്റ്റ് വായിച്ചു പോവാണ് ചെയ്യാം. അതായത് നോട്ട്സിൽ എഴുതേണ്ട കാര്യങ്ങൾ ടെക്സ്റ്റിന്റെ സൈഡിൽ കുറെ സ്പേസ് ഉണ്ടല്ലോ, അവിടെ തന്നെ എഴുതുകയാണ് ചെയ്യാം. എന്റെ ക്ലാസ്സിൽ കുറെ പേര് ഇങ്ങനെ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാത്ത ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെക്സ്റ്റിന്റെ സൈഡിൽ വേറെ ഓരോ കാര്യങ്ങൾ എഴുതാനുണ്ടാവും. അതായത് ആ പാരഗ്രാഫിലുള്ളത് തന്നെ എനിക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്ത് എഴുതാൻ തോന്നും. ഓക്കെ, ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ എനിക്ക് ഈ ഒരു സംഭവം വരും എന്ന് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി മോർഫോളജി, ആനിമൽ കിൻഡ് ഒക്കെ കുറെ എക്സാമ്പിൾസ് പറയുന്നില്ല. അപ്പൊ അതൊക്കെ എനിക്ക് എടുത്ത് സൈഡിലേക്ക് എഴുതണം. എന്നാലേ അതെന്നെ സ്ട്രൈക്ക് ചെയ്യുള്ളൂ. കാരണം മൊത്തത്തിൽ നമ്മൾ ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യും ബയോളജി. അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ആ സ്പേസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്ലാസ്സിലത്തെ സാധനങ്ങളൊക്കെ അതിന്റെ സൈഡിൽ എഴുതാതെ ഒരു പ്രത്യേക നോട്ട് തന്നെ വെച്ചിട്ട് പിന്നെ നോട്ട് പഠിച്ചിട്ട് NCERT വായിച്ച് തറുവാക്കിയത്. ഓക്കെ, അപ്പം ദാറ്റ്സ് എ കേസ് വിത്ത് നോട്ട്സ് ഇൻ ബയോളജി. ആകെയുള്ള പർപ്പസ് എന്താണ്? ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇതാണ് നോട്ടിന്റെ പർപ്പസ്. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ടെക്സ്റ്റ് മനസ്സിലായി, ഇനി ഓരോ എക്സാമിന് നോട്ട് റിവൈസ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നോ, നെവർ. ടെക്സ്റ്റ് മനസ്സിലാവുക എന്നുള്ള പർപ്പസ് അവിടെ കഴിഞ്ഞു. ഇനി ആ നോട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് കെമിസ്ട്രീന്റെ കേസ് പറയാം. കെമിസ്ട്രീന്റെ കേസ് പറയുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ്ലി പറയുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക. അതായത് ഇനോർഗാനിക്കിന്റെ കേസിൽ ബയോളജി പോലെയാണ്, ടെക്സ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വായിക്കണം നിങ്ങൾ. ഓർഗാനിക് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ബോത്ത്. ഞാൻ പറഞ്ഞു, ബയോളജിയും ഫിസിക്സും പഠിക്കുന്ന പോലെയാണ്. അതായത് ടെക്സ്റ്റ് സ്കിപ്പ് ചെയ്യാനും പാടില്ല, ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കാനും പാടില്ല. ക്വസ്റ്റ്യൻസ് മസ്റ്റായി ചെയ്യണം, ടെക്സ്റ്റും വായിക്കാൻ നോക്കുക. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കുന്നത് വേസ്റ്റ് ആണ്. അപ്പൊ ഈ കെമിസ്ട്രീന്റെ കേസിൽ NCERTന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ 3 എണ്ണം ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രയോറിറ്റി വൈസ് പറഞ്ഞെങ്കിൽ കൂടെയും കെമിസ്ട്രി NCERT വായിക്കാൻ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും വായിക്കുക. അതിപ്പോ ഫിസിക്കൽ ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കാൻ തന്നെ നോക്കുക.
അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക. ഓക്കെ, ഫിസിക്കൽ ഓർഗാനിക് ഒക്കെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുക മസ്റ്റായി തോന്നുന്ന ഭാഗങ്ങൾ. അതായത് ഒരു എൻട്രൻസ് അപ്രോച്ചിൽ വേണം വായിക്കാൻ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല നിങ്ങൾ എൻട്രൻസിൽ പഠിക്കുന്നത്. എൻട്രൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയൊക്കെയാ ചോദിക്കുക, ബയോളജിയിലൊക്കെ ലീവ്സ് ആർ പ്ലേസ് ലാറ്ററലി എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെന്റൻസ് എങ്കിൽ ലാറ്ററലി ആണോ, ഡോസലി ആയിരുന്നോ, വെൻട്രലി ആയിരുന്നോ, ഇങ്ങനെ പല രീതിയിൽ ഏതൊക്കെ രീതിയിൽ കുഴപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ ചോദിക്കും. അപ്പൊ ആ രീതിയിൽ അങ്ങനെ കീ വേർഡ്സ് നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട്. ഓരോ പാരഗ്രാഫ് വായിച്ചു കഴിയുമ്പോഴും ഇമാജിൻ ഈ പാരഗ്രാഫ് എങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവർക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. അതിപ്പോ ബയോളജി ആയാലും ശരി, കെമിസ്ട്രി ആയാലും ശരി. ഓക്കെ, ആ രീതിയിൽ വായിച്ചിട്ട് വേണം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ. എന്നിട്ട് ഈ ഓർഗാനിക് അതേപോലെ ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ റിവൈസ് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്താൽ മാത്രം വായിച്ചു പോവാ. ഈ ഓർഗാനിക് ഫിസിക്കലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ അത്ര ഉണ്ടാവൂല. ഓക്കെ, അപ്പോൾ ഒരു റൗണ്ട് കവർ ചെയ്തിട്ട് ജസ്റ്റ് ആ വേണ്ടതൊക്കെ ഹൈലൈറ്റ് ചെയ്താൽ പിന്നെ അങ്ങോട്ടേക്കുള്ള ലാസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ഇപ്പം കെമിസ്ട്രീന്റെ കേസിൽ നിങ്ങൾ എന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർഗാനിക് ആൻഡ് അതേപോലെ ഫിസിക്കൽ ഒക്കെ ഞാൻ വേണ്ടത് മാത്രം ഹൈലൈറ്റ് ചെയ്തു. പിന്നെ ലാസ്റ്റ് മൊമെന്റിലൊക്കെ എനിക്ക് ജസ്റ്റ് ക്വിക്കായി റിവൈസ് ചെയ്ത് പോകണമെങ്കിൽ ജസ്റ്റ് പേജ് മറിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അത്ര ഉണ്ടാവില്ല ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ. പക്ഷെ ഇനോർഗാനിക് അങ്ങനെയല്ല, കുറെ ഉണ്ടാവും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പം ഇനോർഗാനിക് ഓൾമോസ്റ്റ് എൻറ്റയർ ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരിക്കും. അതായത് ഈ ബയോളജി പോലെ തന്നെ ആയിരിക്കും, ഓരോ സെന്റൻസിൽ ഓരോന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇനോർഗാനിക് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് കുറെയൊക്കെ വെട്ടി ഒഴിവാക്കിയത് കൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. ഓക്കെ, അത് വലിയൊരു പ്രോബ്ലം നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഓൾസോ NCERT സോൾവ് ആൻഡ് എക്സസൈസ് ക്വസ്റ്റ്യൻ മസ്റ്റായി പറഞ്ഞാൽ മസ്റ്റായി ചെയ്യാം. ഓർഗാനിക് ഒക്കെ പ്രത്യേകിച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ഞാൻ അതൊന്നും ഒരിക്കലും എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്ത് നോക്കിയിട്ടില്ല. ആകെ ചില ചാപ്റ്റേഴ്സ് മാത്രമേ കവർ ചെയ്തു. പക്ഷെ ഫുള്ളായി കവർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് വാസ് അനദർ ലെവൽ. ഓക്കെ, എസ്പെഷ്യലി ഓർഗാനിക് ഒക്കെ നിങ്ങൾ പുറത്തത്തെ ബുക്കൊക്കെ വലിയ വലിയ ബുക്ക് എറർലെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും കിട്ടൂല. നിങ്ങളുടെ മൊത്തം കോൺഫിഡൻസ് പോയി കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ NCERT ചെയ്ത് നോക്കും, നിങ്ങളുടെ ബേസ് സെറ്റ് ആവും ഓർഗാനിക്. ഓക്കെ, എക്സസൈസ് ക്വസ്റ്റ്യൻസും ചെയ്യാം, സോൾവ് ക്വസ്റ്റ്യൻസും ചെയ്യാം. ഈ NCERT ഞാൻ നിങ്ങളുടെ സോൾവ് ചെയ്ത് പറയുന്നുണ്ട്. NCERT സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ കുറെ എണ്ണത്തിന്റെ സൊല്യൂഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു ബുക്ക് ഓക്കെ NCERT സൊല്യൂഷൻസ് എന്നുള്ള ഒരു ബുക്കാണ് ഞാൻ യൂസ് ചെയ്തത്. അത് നിങ്ങൾക്ക് വാങ്ങാൻ മടിയുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാൽ NCERT സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ആപ്പ് അന്ന് അവൈലബിൾ ആയിരുന്നു. നിങ്ങൾ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കുക. ഒന്ന് അരിഹന്തിന്റെ ആയിരുന്നു തോന്നുന്നു. ഓക്കെ, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അത് അവൈലബിൾ ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ നോക്കുക, ഇതിലത്തെ എക്സ്പ്ലനേഷൻ നോക്കുക, ടിക്ക് ചെയ്ത് പോവുക. ചെയ്ത് നോക്കണം കേട്ടോ, കൂടെ ചെയ്ത് നോക്കണം, വെറുതെ ടിക്ക് ചെയ്ത് പോകരുത്. പിന്നെ സെക്കൻഡ് ടൈമിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സൊല്യൂഷൻ നോക്കരുത്, നോക്കാതെ കിട്ടുന്നുണ്ടോ നോക്കുക. ഇനിയിപ്പോൾ സെക്കൻഡ് ടൈം കിട്ടുന്നില്ലെങ്കിൽ തേർഡ് ടൈം നോക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ NCERT എന്തായാലും കെമിസ്ട്രിക്ക് കവർ ചെയ്യണം, സോൾവും ചെയ്യണം, എക്സസൈസ് ക്വസ്റ്റ്യൻസും ചെയ്യണം. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ കുറേ ടൈം എടുക്കും. എന്റെ കേസിലൊക്കെ ഫിസിക്സിന്റെ ഒക്കെ കേസിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു മോഷന്റെ സ്ട്രേറ്റ് ലൈൻ ഒക്കെ വെച്ച് ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ട്, ഒരാഴ്ച ഞാൻ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാവും. പക്ഷെ പിന്നെ എനിക്ക് എന്താണ് മണിക്കൂറുകൾ കൊണ്ട് അത് തീർക്കാൻ പറ്റുന്ന രീതിയിലാണ്. ലാസ്റ്റിലേക്കൊക്കെ എനിക്ക് ജസ്റ്റ് ഓടിച്ചു വിടാനേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ഇത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. പിന്നെ ചില ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുലാസ് ഉണ്ടാവും. ഒറ്റ ഫോർമുലയിൽ ആൻസറിൽ എത്തിക്കുന്ന സംഭവം. അത് കാണുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇഗ്നോർ ചെയ്യല്ല വേണ്ടത്. കാരണം നമുക്ക് ഒറിജിനൽ ആ ഒരു കൺസെപ്റ്റ് മെക്കാനിസം മറന്നു പോയല്ലേ ചെയ്യാം. ആ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ട, നേരെ മറിച്ച് ആ ഫോർമുല നോട്ട് ഡൗൺ ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് തോന്നും ഈ ഫോർമുല ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മെക്കാനിസം കാര്യങ്ങൾ മറക്കും എന്നുള്ളത്. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ആ കൺസെപ്റ്റ് ഉണ്ടാവണം. അപ്പം ആ ഫോർമുല ഉണ്ട് എങ്കിൽ എക്സാം ഹോളിൽ നിങ്ങളുടെ എത്രത്തോളം ടൈം സേവ് ആയി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ കൺസെപ്റ്റ് കാര്യങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം. പക്ഷെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അതാണ് സ്മാർട്ട് വർക്ക്. അതല്ലാതെ എല്ലാം നിങ്ങൾ ഭയങ്കര ഹാർഡായിട്ട് എനിക്ക് മതി എന്നുള്ള രീതിയിൽ ഇരിക്കല്ലേ. ഷോർട്ടായി കിട്ടുന്നത് നിങ്ങൾ ഷോർട്ടായിട്ട് സ്വീകരിക്കാൻ പഠിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഷോർട്ട് കട്ട് ഫോർമുലാസ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പം നോട്ട്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫിസിക്സ് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ വേണം കെമിസ്ട്രിക്ക് ചെയ്യാൻ. മസ്റ്റായിട്ട് നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വേസ്റ്റ് ആണ്. അപ്പൊ കെമിസ്ട്രിക്ക് മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. എസ്പെഷ്യലി ഓർഗാനിക് ഒക്കെ നല്ല വൃത്തിക്ക് നോട്ട്സ് എടുക്കുക. കാരണം നിങ്ങളുടെ NCERT അത്ര ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പോകുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഗാനിക് ഒക്കെ നല്ല രീതിക്ക് നോട്ട്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. കുറെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറെ എക്സ്ട്രാ റിയാക്ഷൻസ് ഓർഗാനിക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്, അത് പഠിക്കണമെന്നുള്ളത്. അത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, NCERTന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും മെക്കാനിസം പേര് ബൈഹാർട്ട് ആയിരിക്കണം. ഓക്കെ, അതിലെ വേറെ ഒരു വിട്ടുവീഴ്ചയില്ല, അത് മസ്റ്റായിട്ട് അറിയണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് പഠിക്കുക. ആൻഡ് ഓർഗാനിക് നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, റിവൈസ് ചെയ്യാൻ അറിയണം. ഓക്കെ, നിങ്ങൾ ഇടക്കിടക്ക് അത് റിവിഷൻ ചെയ്യണം. അത് ലൈക്ക് ഇപ്പം ഞാൻ ചെയ്യാറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ്സിൽ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അതിന്റെ എക്സാംസ് വരുമ്പോൾ എടുത്ത് നോക്കുക, അങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർഗാനിക്കിലേക്ക് നിങ്ങളിപ്പം ഇന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും പഠിക്കണം. ആൻഡ് നാളെ അതിന്റെ അടുത്ത ക്ലാസ് ഉണ്ടാവില്ല, ആ ക്ലാസ്സിന് മുമ്പും പഠിക്കണം. അതായത് ഓർഗാനിക്കിന്റെ കേസിൽ എനിക്കിപ്പോൾ നാളെ ക്ലാസ് ഉണ്ട് എങ്കിൽ ഇന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, ഇന്ന് പഠിപ്പിച്ചത് ഇന്നും പഠിക്കണം. നാളത്തെ ക്ലാസ്സിന് മുമ്പ് തലേന്ന് എന്താണോ പഠിപ്പിച്ചത് അതെടുത്ത് വീണ്ടും റിവൈസ് ചെയ്തിട്ടേ ക്ലാസ് കാണാൻ പാടുള്ളൂ.
ഓക്കെ, അത് ഓർഗാനിക്കിന്റെ ഒരു ഗോൾഡൻ റൂൾ ആണ്. ഓർഗാനിക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നിൽക്കില്ല തലയിൽ, പെട്ടെന്ന് മറന്നു പഠിക്കാൻ മറക്കുക ഇതൊരു ലൂപ്പായി കണ്ടിന്യൂ ചെയ്യും. പക്ഷെ നിങ്ങൾ കോൺസ്റ്റന്റ് ആയി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ലൂപ്പ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നോട്ട്സിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഇനോർഗാനിക് നോട്ട്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് കേട്ടോ. കാരണം ഇനോർഗാനിക്കിൽ എത്രയോ ട്രെൻഡ്സ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ട്രെൻഡ്, അതിന്റെ ട്രെൻഡ്, ഡെൻസിറ്റിന്റെ, ബോയിലിംഗ് പോയിന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ വൃത്തിക്ക് ഇങ്ങനെ ഓർഡറിൽ നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവണം. എന്റെ നോട്ടിൽ ഇല്ലാത്ത ഒരു ട്രെൻഡും ഇല്ല. ആ രീതിയിലായിരുന്നു എനിക്ക് എക്സാം എഴുതുമ്പോഴുള്ള കോൺഫിഡൻസ്. അത്രയും ട്രെൻഡ്സ് ഉള്ളത് മൊത്തം ഞാൻ എന്റെ നോട്ടിൽ ഫുള്ള് ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിവൈസ് ചെയ്തിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതിയിരുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ ആപ്പ് പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾ ആക്സസ് ചെയ്യുന്ന ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനിയിപ്പം കെമിസ്ട്രീന്റെ കേസിൽ ഫോർമുല നോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൽ ഇനോർഗാനിക് ഒക്കെ നിങ്ങൾ ഫോർമുല നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം എടുത്ത് എഴുതേണ്ടി വരും. നിങ്ങൾ നോട്ട്ബുക്ക് പോലെ തന്നെ ഉണ്ടാവും ഫോർമുല നോട്ട്. ഈവൺ ഓർഗാനിക് ആയാലും സെയിം അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രിക്ക് മാത്രം ഫോർമുല ബുക്കിന്റെ ആവശ്യമുള്ളൂ. ഫിസിക്കൽ കെമിസ്ട്രിക്കാണ് ഞാൻ ഫോർമുല നോട്ട് സജസ്റ്റ് ചെയ്യാം. അപ്പൊ കെമിസ്ട്രീന്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ക്ലാസ് കാണുക, നോട്ട്സ് എടുക്കുക, നോട്ട്സ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതി പോകണം. കഴിഞ്ഞ പാട് നോട്ട്സ് റെഫർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കത്തെ സോൾവ് ക്വസ്റ്റൻസും ചെയ്യണം, എക്സസൈസും ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസ് പറഞ്ഞാൽ NCERT പ്ലസ് PYQന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസിൽ ഇപ്പൊ PYQ ഇല്ല എങ്കിൽ ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്യാം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പറയുന്ന ഈ എക്സ്ട്രാ മെറ്റീരിയൽസ്, വലിയ വലിയ തടിച്ച ബുക്കൊക്കെ ചെയ്യാൻ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് നിങ്ങൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ്ലി റിവൈസ് ചെയ്യുന്നതിലാണ് പിന്നെ കാര്യം കിടക്കുന്നത്. ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കവർ ചെയ്ത് പോയ കുറെ NCERT ക്വസ്റ്റൻസ്, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ, അതായത് NCERT ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്യുന്നത്, പിന്നെ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്ക് ചെയ്യുന്നത്, ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഓൾസോ NCERT വായിക്കുന്നത്, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ബുക്കൊക്കെ വാങ്ങിയിട്ട് ചെയ്യാം. So I think we have almost covered our points regarding to subject approach. 3 സബ്ജക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വരുന്ന കുറെ കോമൺ ഡൗട്ട്സ് ഇതിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം do subscribe if you like my video and do comment down what kind of video you are expecting from me next. അപ്പം bye.